Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിഫറെന്റ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് മൈദ മാവോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൂരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പ് റവ, ഇത് വറുത്ത റവയാണ്, വറുക്കാത്ത റവയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 കപ്പിന്റെ അളവിലാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ 1 കപ്പ് റവ ഒന്ന് മിക്സിയിൽ ഒരു 30 സെക്കൻഡ് സമയം എടുത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം കേട്ടോ. അത് ഒത്തിരി അങ്ങ് ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ റവയാണ്, ഒത്തിരി അങ്ങ് നമുക്ക് മൈദ പോലെ ഒന്നും അങ്ങനത്തെ നൈസായിട്ടുള്ള ഒരു പൊടി കിട്ടത്തില്ല. കുറച്ചൊക്കെ തരികളോട് കൂടിയിട്ടാണ് കിട്ടുക, പക്ഷെ അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ അടിച്ചെടുത്തിട്ടുള്ള റവയുടെ പൊടി ഇതുപോലെ ഒരു മിക്സിംഗ് ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിനകത്തോട്ട് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നെയ്യ്ക്ക് പകരം ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ തന്നെ. അപ്പം ഞാൻ ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം കൈ വെച്ചിട്ട്, ഇതിപ്പോൾ നെയ്യ് ചേർത്തത് കൊണ്ട് തന്നെ ഞാൻ കൈ വെച്ചിട്ടാണ് ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എങ്കിലാണ് ആ നെയ്യുടെ ഒക്കെ സ്മെല്ല് ഈ ഒരു റവയിൽ എല്ലായിടത്തൊക്കെ ഒന്ന് ആകത്തക്ക രീതിയിൽ വരത്തുള്ളൂ. അപ്പോൾ അതാ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ട നല്ല തരികളോട് കൂടി നല്ലൊരു നനവ്, ചെറിയൊരു നനവൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന കണക്ക് വെള്ളം വേണം. പക്ഷെ ഇത് റവ ആയതുകൊണ്ട് നമുക്ക് ചപ്പാത്തിക്ക് ഗോതമ്പ് പൊടിക്കൊക്കെ ഉപയോഗിക്കുന്ന അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഏകദേശം ഒരു 1/4 കപ്പിന് താഴെയുള്ള അളവിൽ മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ. പക്ഷെ അത് ഓരോ രീതിയിലും മാറും കേട്ടോ, ഓരോരുത്തർ എടുക്കുന്ന റവയുടെ ആ ഒരു ബ്രാൻഡൊക്കെ അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന കണക്ക് കുഴച്ചെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ റവ ഈ ഒരു രീതിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് റവ കുഴയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് വെള്ളം മുന്നേ നിൽക്കണം, നനവ് മുന്നേ നിൽക്കണം. കാരണം റവയാണ്, പെട്ടെന്ന് വെള്ളം കുടിക്കും. അപ്പോൾ ഇച്ചിരി ഒരു നനവോട് കൂടെ ചെയ്തെന്നാലും കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഒത്തിരി നേരം മാറ്റി വെക്കരുത്, അന്നേരം റവ ഹാർഡായിട്ടിരിക്കും. നമുക്കറിയാം വെള്ളം റവ കുടിച്ച് വീണ്ടും ഹാർഡാവും. അങ്ങനെ ഹാർഡായി തോന്നുവാണെങ്കിൽ ഇച്ചിരി കൂടെ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഞാനൊരു 5 മിനിറ്റിനകത്ത് തന്നെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ പരത്തുന്നത് പോലെ തന്നെയാണ് പരത്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് മൈദപ്പൊടിയാണ് ഞാൻ ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തെടുക്കാം. അപ്പം നമുക്കറിയാം പൂരിക്കൊക്കെ എപ്പോഴും കനം കുറച്ചിട്ടാണ് പരത്തുക. ചപ്പാത്തിയുടെ അത്രയും ആ ഒരു തിക്നെസ്സിലല്ല പൂരിക്ക് പരത്തേണ്ടത്. മാത്രമല്ല ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് കുഞ്ഞു കുഞ്ഞു പൂരികളാണ്. നിങ്ങൾക്കിപ്പോൾ വലിയ പൂരി ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. പക്ഷെ ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും വലിയ പൂരി കൊടുത്താൽ വലിയ പ്രിയല്ലേ, അപ്പം അതുകൊണ്ട് കൊച്ചു പൂരി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു കട്ടർ വെച്ചിട്ട് ഇതേപോലെ ഈ ഒരു രീതിക്കുള്ള ഒരു കട്ടർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട, എളുപ്പത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് ഞാൻ കാണിക്കാം കേട്ടോ. ഈ ഒരു രീതിക്കാണ് നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത്, ആ ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പരത്തുന്നതിനിടയ്ക്ക് ഈ ഒരു ബാക്കി വന്നിട്ടുള്ള റവയുടെ ഒരു മിക്സ് കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ വീണ്ടും 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കൈവച്ചിട്ട് കുഴച്ച് കഴിഞ്ഞാൽ അതാ നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ ആ പരത്തുന്ന ഒരു സമയം കൊണ്ടായിരിക്കും അത് ഹാർഡായിട്ട് പോയിട്ടുണ്ടാവുക. അപ്പം അത് ഓർക്കരുത് അതെന്ത് ചെയ്യുമെന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പൂരിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ചൂടാവണം. ചൂടായതിനു ശേഷം മാത്രം വേണം നമ്മൾ ഈ ഒരു പൂരിയുടെ ആ ഒരു ബേസ് അല്ലെങ്കിൽ ആ പരത്തി വെച്ചിട്ടുള്ള പൂരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതേപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് തട്ടി കൊടുത്തെന്നാൽ ഇതിങ്ങനെ വീർത്ത് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ വലിയ പൂരിയാണെന്നുണ്ടെങ്കിൽ, അതായത് വലിയ റൗണ്ടിലാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ വലിയതായിട്ട് തന്നെ നമുക്ക് വീർത്ത് കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി പൂരിയൊക്കെ ഉണ്ടാക്കുമ്പം മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇല്ല, റവ മാത്രമാണ് വീട്ടിലുള്ളത് എന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മാർഗം.
അങ്ങനെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ അകമൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കാണിക്കാം. ഇത് എണ്ണ ഒന്നും ഒട്ടും കുടിക്കാത്ത രീതിയിലുള്ള പൂരിയാണ് കേട്ടോ. നമ്മൾ സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവാറുണ്ട്. ഇതിന് ആ ഒരു കംപ്ലൈൻറ്റ് ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.